ലിൻഡോ ജോസഫ് MLAയുടെ ഓഫീസിലേക്ക് MSF പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയായിരുന്നു. മാർച്ച് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗവുമായ മിസബ് കീഴരിയൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA സി മോയിൻകുട്ടി അനുവദിച്ച ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും IHRD കോളേജും സ്വകാര്യ ട്രസ്റ്റിന് വേണ്ടി ഇല്ലായ്മ ചെയ്ത ലിൻഡോ ജോസഫ് MLAയുടെ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് MSF പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. MLA ഓഫീസിന് സമീപം മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയായിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയെങ്കിലും പോലീസ് സംയമനം പാലിച്ചു. തുടർന്ന് ഉദ്ഘാടന ശേഷം നേതാക്കൾ പിരിഞ്ഞുപോയതോടെ MSF പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ഇത് സംഘർഷത്തിനും കാരണമായി. മാർച്ച് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ മിസബ് കീഴരിയൂർ ഉദ്ഘാടനം ചെയ്തു. CPM നേതൃത്വത്തിലുള്ള സ്വകാര്യ ട്രസ്റ്റിന് വേണ്ടി പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം ഇല്ലാതാക്കുകയാണ് MLA എന്ന് അദ്ദേഹം പറഞ്ഞു. നിരവധി യുവജന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ MLA വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ട്രസ്റ്റ് രൂപീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്ഥാപനങ്ങൾ പൂട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിലും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകാൻ MLAമാർ കൊണ്ടുവന്ന പദ്ധതികൾ ഏതെങ്കിലും സ്വകാര്യമായ ഏതെങ്കിലും കക്ഷികൾക്ക് വേണ്ടി അടച്ചുപൂട്ടുന്ന നയം CPM എന്നു മുതലാണ് ആരംഭിച്ചത് എന്നുള്ളത് ഞങ്ങൾ ഗൗരവമായി ഇവിടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ട്രസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ തുറന്നു പ്രവർത്തിച്ച വിദ്യാർത്ഥികളെ പ്രതീക്ഷയോടെ കാണുന്ന ആവശ്യമെന്ന ഘട്ടത്തിൽ സി മോയിൻകുട്ടി സാഹിബ് കൊണ്ടുവന്ന സംവിധാനങ്ങളെ അടച്ചുപൂട്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വിടുവേല ചെയ്യുന്ന സമീപനമാണ് MLA തുടരുന്നതെങ്കിൽ ശക്തമായ സമര പോരാട്ടവുമായി MSFും യൂത്ത് ലീഗും ഐക്യമുന്നണിയും മുന്നിലുണ്ടാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ചടങ്ങിൽ ഷുഹൈബ് മലോറം അധ്യക്ഷനായി. MT സെയ്ദ് ഫസൽ, ഷെരീഫ് പെണ്ണക്കോട്, AM അബൂബക്കർ, മിഥിലാജ് മുണ്ടുപാറ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.